ബിസിനസ് സ്റ്റഡീസിലെ മാനേജ്മെന്റ് ഫംഗ്ഷൻസിനെല്ലാം തന്നെ നമ്മൾ പ്രോസസ് ആൻഡ് സ്റ്റെപ്സ് പഠിച്ചിട്ടുണ്ട്. പ്രോസസ് ആൻഡ് സ്റ്റെപ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓർഡറിൽ പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഓർഡറിൽ എഴുതിയിട്ടില്ല എങ്കിൽ നമുക്ക് എക്സാമിന് മാർക്ക് നഷ്ടമാകും. അപ്പോൾ ഈ ഓർഡറിൽ പഠിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഓർഡറിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ 1-2 എണ്ണം മിസ് ഔട്ട് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ അത് ഓർത്തെടുക്കുന്ന സമയത്ത് എക്സാം ഹാളിൽ ടൈം നഷ്ടപ്പെടാനുള്ള കാരണമാകും. പക്ഷേ ഈ പ്രോസസ് ആൻഡ് സ്റ്റെപ്സ് ഒക്കെ എന്തെങ്കിലും ഒരു കോഡ് ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിൽ ഓരോ സ്റ്റെപ്സും നമുക്ക് ഈസി ആയിട്ട് റീകോൾ ചെയ്യാനായിട്ട് പറ്റും. കൺട്രോളിംഗ് പ്രോസസ് പഠിക്കാനായിട്ടുള്ള ഈസി കോഡുമായിട്ടാണ് മിസ് എന്ന് വന്നിട്ടുള്ളത്. അപ്പൊ കോഡ് എന്താണെന്ന് അറിയണ്ടേ? SM CAT. അപ്പൊ S എന്താണ് ഇതിൽ? S stand for setting performance standard. M stand for measuring actual performance. C stand for comparing actual performance. And A stand for analyzing deviation. Last one T. T stand for taking corrective action. അപ്പോൾ ഇത്തരത്തിലുള്ള കോഡ് ഭാഷ ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് റീകോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കോഡ് ഭാഷകളും ടെക്നിക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൊമേഴ്സ് പഠനം ഈസി ആക്കാൻ നിങ്ങൾ IIIയുടെ +2 കൊമേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.